അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത്. മിഷ്കാത്ത് എന്ന ഹദീസിന്റെ കിതാബിൽ കിതാബുൽ റിഖാഖ് എന്ന ഭാഗം 14ാമത്തെ ഹദീസ് മുതൽ 4 ഹദീസുകൾ, അപ്പോ 18ാമത്തെ ഹദീസ് വരെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 14, 15, 16, 17 ഇങ്ങനെ 4 ഹദീസുകൾ. ഇത് കേട്ട് മനസ്സിലാക്കണമെന്ന് സാധാരണക്കാരായ ആളുകളോടും അതുപോലെ മിഷ്കാത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജുകളിലും എല്ലാം ദർസുകളിലുമുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടുള്ളത്. ആദ്യം ഓരോ ഹദീസുകളായിരുന്നു വിവരിച്ചിരുന്നത് പല കിതാബിൽ നിന്ന്. ഇത് മിഷ്കാത്തിൽ നിന്നുള്ള കിതാബുൽ റിഖാഖിൽ നിന്നുള്ള ഹദീസുകൾ ക്രമമനുസരിച്ച് വിവരിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 14ാമത്തെ ഹദീസ്. وعن عبد الله بن مسعود رضي الله عنه قال قال صلى الله عليه وسلم أيكم مال وارثه أحب إليه من ماله قالوا يا رسول الله ما منا أحد إلا ماله أحب إليه من مال وارثه قال صلى الله عليه وسلم فإنما له ما قدم ومال وارثه ما أخر. رواه البخاري. അപ്പം മിഷ്കാത്തിന്റെ 5ാമത്തെ ഭാഗമാണ്, കിതാബ് റിഖാഖിൽ നിന്നുള്ള 5ാമത്തെ ഭാഗമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. 14ാമത്തെ ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലി. സ്വന്തം ധനത്തിനേക്കാൾ തന്റെ അനന്തരാവകാശികളുടെ ധനത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളിൽ നിന്ന് ആരാണ്? സ്വന്തം മുതലിനേക്കാൾ മറ്റുള്ളവരുടെ, തന്റെ അനന്തരാവകാശികളുടെ മുതലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്? ഖാലു യാ റസൂലല്ലാഹ്. സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാ മിന്നാ അഹദുൻ, ഞങ്ങളിൽ നിന്ന് ഒരാളുമില്ല, ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി, അവന്റെ ധനം അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ടല്ലാതെ, മിൻ മാലി വാരിസിഹി, അവന്റെ അനന്തരാവകാശികളുടെ ധനത്തേക്കാൾ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ ലഹു, എന്നാൽ അവന്റെ മുതലേ മാ ഖദ്ദമ, അവൻ മുന്തിച്ചതാണ്, അഥവാ അവൻ ചിലവഴിച്ചതാണ്. നല്ല മാർഗത്തിലേക്ക്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് അവൻ ചിലവ് ചെയ്തതാണ് അവന്റെ മുതൽ. ഓ മാല വാരിസിഹി, അവന്റെ അനന്തരാവകാശികളുടെ ധനം എന്ന് പറയുന്നത് മാഖറ, ഇവൻ പിന്തിച്ചു വെച്ചിട്ടുള്ളതാണ്, സൂക്ഷിച്ചു വെച്ച ധനമാണ്. റവാഹുൽ ബുഖാരി. വഅൻ മുത്തരിഫിൻ, 15ാമത്തെ ഹദീസ്. വഅൻ മുത്തരിഫിൻ അൻ അബീഹി قال أتيت النبي صلى الله عليه وسلم وهو يكره ألهاكم التكاثر قال يقول ابن آدم مالي مالي قال هل لك يا ابن آدم إلا ما أكلت فأفنيت أو لبست فأبليت أو تصدقت فأمليت. رواه مسلم. മുത്തറഫ് റളിയല്ലാഹു അൻഹു അവരുടെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു സഖീർ എന്നവർ. ഖാല, അവർ പറയുന്നു,
أتيت النبي صلى الله عليه وسلم وهو يقرأ ألهاكم التكاثر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അൽഹാക്കും തകാസുർ എന്ന സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദമ മാലി മാലി, മനുഷ്യൻ പറയും എന്റെ ധനം എന്റെ ധനം എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹല്ലക, നിനക്കുണ്ടോ യബ്ന ആദം മനുഷ്യ, ഇല്ലാ മാ കൽത ഫഅഫ്നൈത, നീ ഭക്ഷിച്ചുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞതല്ലാതെ, ഔ ലബിസ്ത ഫഅബ്ലൈത, അല്ലെങ്കിൽ വസ്ത്രമായി വാങ്ങിക്കൊണ്ട് അത് ധരിച്ചുകൊണ്ട് ദ്രവിപ്പിച്ചതല്ലാതെ, ഔ തസദ്ദഖത ഫഅംലൈത, അല്ലെങ്കിൽ നീ സദഖ ചെയ്തുകൊണ്ട് ചെലവാക്കിയതല്ലാതെ മറ്റുള്ളതൊന്നും നിന്റെ മുതൽ എന്ന് പറയാൻ പറ്റുകയില്ല. ഇതേ അർത്ഥമുള്ള ഒരു ഹദീസ് ഇതിന്റെ മുമ്പും നാം ചർച്ച ചെയ്തിട്ടുണ്ട്. റവാഹു മുസ്ലിം. 16ാമത്തെ ഹദീസ്, وعن أبي هريرة رضي الله عنه قال قال صلى الله عليه وسلم ليس الغنى عن كثرة الأرض ولكن الغنى غنى النفس. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർളി, ഐഹികമായ കുറെ ചരക്കുകൾ അധികമുണ്ടാവുക എന്നതല്ല ഐശ്വര്യം. വലാകിന്നൽ ഗിനാ, പിന്നെ ഐശ്വര്യം എന്നാൽ ഗിനൻ നഫ്സ്, അത് ഹൃദയത്തിന്റെ ഐശ്വര്യമാണ്. ഹൃദയത്തിന് ഒരു സമാധാനവും ഒരു എനിക്ക് മതിയായത് എന്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവുക, എന്റെ അരികെ ഉള്ളത് തന്നെ എനിക്ക് മതി എന്ന് സമ്പത്തിനെ സംബന്ധിച്ചൊരു മനുഷ്യനിക്ക് തോന്നുക, അതാണ് ഗിനൻ നഫ്സ്, അതാണ് ഐശ്വര്യം. എത്ര കോടീശ്വരനാണെങ്കിലും ഇതില്ലെങ്കിൽ അവനെ പറ്റി ഒരു ഗനി എന്ന് പറയാൻ പറ്റുകയില്ല. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി അൽ ഫസ്ലു സാനി, കിതാബു റിഖാഖിലെ 2ാമത്തെ ഫസ്ൽ, 17ാമത്തെ ഹദീസ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഖുദ് അന്നി ആഖുലായിൽ കലിമാത്തി ഫയഅമലു ബിഹിന്ന ഖുൽതു അന യാ റസൂലല്ലാഹ് ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ് വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ വലാ തുക്സിരിൽ ലഹ്ക ഫഇന്ന കസ്റത്തൽ ലഹ്കി തുമീതുൽ ഖൽബ്. റവാഹു അഹ്മദ് വത്തുർമുദി. ഈ ഹദീസോട് കൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ യഖുദു അന്നി ആഹുലായിൽ കലിമാത്ത്, ഇനി പറയാൻ പോകുന്ന കലിമത്തുകളെ അഥവാ ഇനി പറയുന്ന കാര്യങ്ങളെ എന്നെ തൊട്ട് ആരാണ് പഠിക്കാൻ തയ്യാറുള്ളത്? ഫയഅമലു ബിഹിന്ന, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറുള്ളവൻ ആരാണ്? ഖുൽതു, ഞാൻ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅഖദ ബിയദി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഫഅദ്ദ ഖംസൻ, 5 കാര്യങ്ങളെ എണ്ണി പറഞ്ഞു. ഒന്ന്, ഇത്തഖിൽ മഹാരിമ, എല്ലാ ഹറാമുകളെയും നീ സൂക്ഷിക്കുക. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, എല്ലാം ഉൾപ്പെട്ടു ഈ ഒരൊറ്റ പദത്തിൽ. എല്ലാ ഹറാമുകളെയും നീ സൂക്ഷിക്കുക. അപ്പൊ വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നീ ഉപേക്ഷിക്കുക, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം നീ ചെയ്യുക. എന്നാൽ തകുൻ അഅബദൻ നാസ്, നീ ജനങ്ങളിൽ നിന്ന്
ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനാകും എന്നാണ്. കാരണം അള്ളാഹുവിന്റെ ഫർളാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുക എന്നതാണ് ഇബാദത്തിൽ നിന്ന് ഏറ്റവും വലിയ ഇബാദത്ത്. എന്നാൽ സാധാരണക്കാരായ ആളുകൾ, പല ആളുകളും, എല്ലാവരുമല്ല അധികം ആളുകൾക്കും സംഭവിക്കാറുണ്ട്. ഫർളുകൾ പലതും ഒഴിവായിട്ടുണ്ടാകാം. നിസ്കാരം ഖളാ വീട്ടാനുണ്ടാവും, നോമ്പ് ഖളാ വീട്ടാനുണ്ടാകും. എന്നാൽ അവര് വളരെയധികം സുന്നത്തുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യവുമില്ലാതെ അവരെന്ത് ചെയ്യും? പല കാര്യങ്ങളും ഇതേപോലെ ചെയ്യും. ഇങ്ങനെ അനേകം ആളുകളെ കാണാം. ഒരു മനുഷ്യന് വളരെയധികം നിസ്കാരങ്ങളെ ഖളാ ഉള്ളപ്പോൾ അവൻ ഇൽമിന്റെ സദസ്സിൽ പോയിരുന്ന സമയം കളയും, അല്ലെങ്കിൽ ഇബാദത്ത്, സുന്നത്തായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവന്റെ സമയം നഷ്ടപ്പെടുത്തും. ആ സമയത്തൊക്കെ അവൻ ചെയ്യേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ആ നിസ്കാരങ്ങൾ, അതുപോലെയുള്ള നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇവകൾ ചെയ്യുന്ന സമയത്താണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വീതിച്ചു തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവാൻ നീ ആകും. വഅസ്ൻ ഇലാ ദാരിക, നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്യുക. എന്നാൽ തകുൻ മുഅ്മിന, നീ മുഅ്മിന. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക. എന്നാൽ തകുൻ മുസ്ലിമ, നീ മുസ്ലിമ. വലാ തുക്സിരിൽ ലഹ്ക, ചിറിയെ നീ വർദ്ധിപ്പിക്കരുത്. ഫഇന്ന കസറത്തുൽ ലഹ്കി, കാരണം അധികമായ ചിറി എന്നത് തുമീത്തുൽ ഖൽബ, ഹൃദയത്തിനെ അത് മരിപ്പിച്ചു കളയും. ജീവനുള്ള ഹൃദയമാണ് അവൻ്റെത് എങ്കിൽ, അതല്ല ജീവനില്ലാത്ത ഹൃദയമാണെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ കറുപ്പ് കൂടുതലാണ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തുർമുദി എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പ്രവാചകരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് കേട്ട് മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധപ്പെട്ടവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മത്തിൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.